ഇന്ത്യൻ സേനയ്ക്ക് വിഷ്ണു കവചം കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയാവോ? വിഷ്ണു കവചമല്ല, നമുക്ക് വിഷ്ണു കവചം ഓൾറെഡി ഉണ്ട്. സുദർശൻ ചക്ര. സുദർശൻ ചക്ര എന്ന് പറഞ്ഞാൽ S-400. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ഇട്ടിരിക്കുന്ന പേര് സുദർശൻ ചക്ര എന്നാണ്. നമുക്കിങ്ങനെ നമ്മൾ അക്വയർ ചെയ്യുന്ന, നമ്മൾ വാങ്ങുന്ന ആയുധങ്ങൾക്ക് നമ്മൾ സ്വന്തം പേര്, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പേരുകൾ നമ്മൾ ഇടാറുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യക്ക് വേണ്ടി ഇനി യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്നത് വിഷ്ണുവാണ്. ഭഗവാൻ വിഷ്ണു കൃഷ്ണനാണ് അല്ലേ? മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ തേര് തെളിച്ച വിഷ്ണു, സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ച് ജയദ്രഥൻ്റെ കഴുത്ത് മുറിക്കാൻ അർജുനന് അവസരമൊരുക്കി കൊടുത്ത വിഷ്ണു, വിശ്വരൂപം കൊണ്ട് ലോകത്തെ സ്തംഭിപ്പിച്ച, ഞെട്ടിപ്പിച്ച വിഷ്ണു. ആ വിഷ്ണു ഇന്ത്യൻ ആർമിയിൽ ചേരാൻ പോവാ. ആലങ്കാരികമായിട്ടല്ല, കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇനി ഏറ്റെടുക്കാൻ പോകുന്ന പ്രൊജക്റ്റുകളിൽ ഇപ്പം നമ്മൾ അഗ്നി 5-6 കാര്യമൊക്കെ പറഞ്ഞു. അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന GBU ബോംബുകളുണ്ടല്ലോ, അമേരിക്ക കൊണ്ട് ഇറാനിലിട്ടാൻ. അത് കൊണ്ടുപോകാൻ വലിയ കൂറ്റൻ B-2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ വേണം. ഇസ്രായേലിന് പോലും ഇല്ല, അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഫോർദോ ആക്രമിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് അമേരിക്കയെ വിളിച്ച് അമേരിക്ക അവിടെ കൊണ്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് 13,600 കിലോയാണ് ഒരു ബോംബിൻ്റെ ഭാരം. അത്രയും കൂറ്റൻ ഭാരമുള്ള ബോംബുകൾ വഹിച്ചുകൊണ്ട് പോകാനുള്ള വിമാനമൊന്നും ഇന്ത്യക്കില്ല. പക്ഷേ നമുക്കും ഈ ബങ്കറുകൾ തകർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അഗ്നി മിസൈലിനെ ബങ്കർ ബസ്റ്റർ ബോംബുകളായി മാറ്റുന്ന, അല്ലെങ്കിൽ അഗ്നി മിസൈലിൻ്റെ വാർഹെഡുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകളായി മാറ്റിക്കൊണ്ട് ഇന്ത്യൻ നിർമ്മിത ബങ്കർ ബസ്റ്റർ ബോംബുകൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ലോകത്തെ ഞെട്ടിച്ചു. നമ്മൾ 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ്, അതും ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകളും നമ്മൾ ഉണ്ടാക്കാൻ പോവുക. ഇപ്പോൾ നമ്മൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ കണ്ടത് നോക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ആരോ ഉണ്ട്, അയൺ ഡോം ഉണ്ട്. അതുകൂടാതെ അമേരിക്ക കൊണ്ട് താഡ് അവിടെ വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കയ്യിൽ S-400 വെല്ലുന്ന കിടിലം സാധനമാണ് താഡ് എന്നാണ് പറയുന്നത്. ഈ താഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിന് പാട്രിയറ്റ് മിസൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇറാൻ അയച്ച നല്ല ശതമാനം മിസൈലുകൾ ഇസ്രായേലിൽ വീണു. പലയിടത്ത് വിടും. വലിയ ഡാമേജ് ഉണ്ടായി. 10-26 പേര് മരിച്ചു. കാഷ്വാലിറ്റി കുറവാണ്, മരണം കുറവാണ്. പക്ഷേ ഇസ്രായേലിന് കാര്യമായ, അവിടെ വലിയൊരു ശാസ്ത്ര പരീക്ഷണശാല തകർന്നു പോയി, കെട്ടിടങ്ങൾ ഒരുപാട് തകർന്നു, വലിയ പരിക്കുകളുണ്ടായി. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ഡേവിഡ് സ്ലിംഗ്, ആരോ, അയൺ ഡോം, താഡ് തുടങ്ങിയ ഇവയുടെ പിടിപ്പുകേടുകൾ ഉണ്ടാണെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ശരിയല്ല. കാരണം ഈ വ്യോമ പ്രതിരോധ സന്നാഹങ്ങളെല്ലാം സൂപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഒന്നാം തരമാണ്, ലോകത്തിലെ ഏറ്റവും മികച്ചതാണ്. പക്ഷേ ഇറാൻ അയച്ചത് നല്ല ശതമാനം ഹൈപ്പർസോണിക് മിസൈലുകളാണ്. സൂപ്പർസോണിക് മിസൈലുകൾ എന്ന് ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. ശബ്ദത്തിൻ്റെ പല മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും. മാക് 5 മുതൽ മാക് 12 വരെ വേഗതയുള്ള ഹൈപ്പർസോണിക് വിമാനങ്ങളുണ്ട്. മാക് എന്ന് പറഞ്ഞാൽ ഈ വിമാനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മിസൈലുകളുടെയൊക്കെ വേഗത അളക്കുന്ന യൂണിറ്റാണ്. ഒരു മാക് എന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ ശബ്ദവേഗതയുടെ ഒരട്ടി. 2 മാക് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി. പക്ഷേ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് 5 മുതൽ 12 മാക് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാനുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവയെ ഈ പറയുന്ന ഏറ്റവും ആധുനികമായ വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. ഹൈപ്പർസോണിക് മിസൈലുകളെ പിടിക്കാൻ പറ്റുന്ന, തകർക്കാൻ പറ്റുന്ന ഏക വ്യോമ പ്രതിരോധ സന്നാഹം ഇന്ന് ലോകത്തുള്ളത് S-500 മാത്രമാണ്. പ്രൊമിത്യൂസ് എന്നതിൻ്റെ പേര്. ഈ മറ്റേ നമ്മുടെ കയ്യിലുള്ളത് ട്രയംഫ് ആണ്. സുദർശൻ ചക്ര എന്ന് പേരിട്ടിരിക്കുന്ന S-400 ട്രയംഫ് ആണ്. പക്ഷേ റഷ്യ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള S-500 ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൊമിത്യൂസ് എന്നാണ് പേര്. റഷ്യയുടെ കയ്യിലുണ്ട്. താഡ് പോലെയുള്ള അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സന്നാഹത്തിന് പോലും ഹൈപ്പർസോണിക്കുകളെ ഫലപ്രദമായി തടയാനും പ്രതിരോധിക്കാനും കഴിയില്ല എന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധം തെളിയിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത്, നമുക്ക് വേണം ഹൈപ്പർസോണിക് മിസൈലുകൾ വേണം, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് വേണം. അതിനുള്ള
പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. അത് DRDO അതിൻ്റെ അത് ഇത്തരം ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസും ഉണ്ടാക്കാനുള്ള പദ്ധതി സ്വിച്ച് ഓൺ ചെയ്തു. വളരെ മുന്നോട്ട് പോകുന്നു. അതിന് ഭരണാനുമതി കിട്ടി. അതിന് നമ്മൾ പേരുമിട്ടു പ്രൊജക്റ്റ് വിഷ്ണു. അപ്പോൾ നമ്മൾ സമീപകാലത്ത് ഉണ്ടാക്കുന്ന നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളുടെ പേര് ആകാശ്. നമ്മുടെ S-400ൻ്റെ പേര് സുദർശൻ ചക്ര അല്ലേ? നമ്മളിനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പേര് പ്രൊജക്റ്റ് കുഷ. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വിഷ്ണു, പ്രൊജക്റ്റ് വിഷ്ണു. പ്രൊജക്റ്റ് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹൈപ്പർസോണിക് മിസൈലുകളുടെ പേരെന്തായിരിക്കും? വിഷ്ണു എന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ലോകത്തെ വിറപ്പിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, പാകിസ്ഥാൻ കേട്ടാൽ കിടുകിട വിറയ്ക്കുന്ന, പാകിസ്ഥാനെ സൗജന്യമായിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ സംഭവമില്ലേ? ബ്രഹ്മത്തിൻ്റെ പേരാണ്. അപ്പോൾ ഭാരതീയ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പേരുകളിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ആധുനിക ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും ഇന്ത്യയുടെ ആയുധ കലവറയിലെ ഏറ്റവും വലിയ പദ്ധതിയായിട്ട് പ്രൊജക്റ്റ് വിഷ്ണു മാറുകയാണ്. ഇപ്പോൾ അതിനു വേണ്ടി നമ്മളിനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടാക്കാൻ സ്ക്രാം ജെറ്റ് എഞ്ചിനുകൾ വേണം. സ്ക്രാം ജെറ്റ് എഞ്ചിനുകൾ ലോകത്ത് റഷ്യ, അമേരിക്ക, ചൈന തുടങ്ങി 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ക്രാം ജെറ്റ് എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇനി നമുക്കുണ്ടാവുക. അപ്പോൾ ഇറാൻ എവിടുന്ന് കിട്ടി? ഇറാൻ ആര് കൊടുത്തു? ചൈന കൊടുത്തു, റഷ്യ കൊടുത്തു. ആ സാധനം എടുത്തിട്ടാണ് ഇറാൻ ഇസ്രായേലിട്ട് പെരുക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രാം ജെറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഏത്? പ്രൊജക്റ്റ് വിഷ്ണു നിർമ്മിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്റ്റൻഡഡ് ട്രാജക്ടറി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ, അതിൻ്റെ വേഗത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊജക്റ്റ് വിഷ്ണുവിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ വിഷ്ണു ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വേഗത 8 മാക്കാണ്. അതായത് ശബ്ദത്തിൻ്റെ 8 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും. അതിന് നമുക്ക് അതിൻ്റെ ഹൃദയം ഈ പറയുന്ന പോലെ സ്ക്രാം ജെറ്റ് എഞ്ചിനാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്ക്രാം ജെറ്റ് എഞ്ചിൻ വെച്ച് ശബ്ദത്തിൻ്റെ 8 മടങ്ങ് വേഗതയിൽ പോകുന്ന വിഷ്ണു മിസൈൽ DRDO പരീക്ഷിക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഓൾറെഡി അതിൻ്റെ പ്രോട്ടോടൈപ്പൊക്കെ ഉണ്ടാക്കി കാണാം. ഇനി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വാർത്ത അത് നമ്മൾ പ്രൊജക്റ്റ് വിഷ്ണുവിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു എന്നുള്ള വാർത്തയായിരിക്കും. കാരണം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആരും വിളിച്ചു പറയും. ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അത് പ്രതിരോധ രഹസ്യമാണ്. ഏതായാലും ഇതിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 8 മാക്ക് വേഗതയുള്ള ഈ ഹൈപ്പർസോണിക് ട്രാജക്ടറി ലോങ് റേഞ്ച് മിസൈലിന് 2500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെവിടെയും അഫ്ഗാനിസ്ഥാൻ വരെയും ബംഗ്ലാദേശിലും ചൈനയുടെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഇതിന് റേഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൂടാതെ മറ്റൊന്ന് നമ്മൾ ഈ വിഷ്ണു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കുക. അതായത് ഇത് 2024 കഴിഞ്ഞ വർഷം ഇതിൻ്റെ പരീക്ഷണം നടത്തി. ഇത് റോക്കറ്റ് ബാലിസ്റ്റിക് മിസൈലാണ്. റോക്കറ്റ് പോയിട്ട് റോക്കറ്റ് ആദ്യം ഉയരും. റോക്കറ്റ് എന്നിട്ട് ആ മിസൈലിനെ പുറത്തേക്ക് വിടും. മിസൈൽ എന്നിട്ട് ഇത് ചെയ്യും, അത് ഗ്ലൈഡ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ പറന്നിറങ്ങും. എന്നിട്ട് ഇത് അത്തരം ഗ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്ലൈഡർ ഇല്ലേ, അതുപോലെ റോക്കറ്റിൽ വിക്ഷേപിക്കും. അതിൽ നിന്ന് മിസൈൽ ഗ്ലൈഡ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ദീർഘദൂര കപ്പൽ വേദ മിസൈലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതിന് റഡാറിൽ കിട്ടില്ല. അതായത് വേണമെങ്കിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റി അല്ല, ഇതിൻ്റെ പറക്കുന്നതിൻ്റെ ഒരു സവിശേഷത കൊണ്ട് ഇത് റഡാറിൻ്റെ പിടിയിൽ വരില്ല. ഇത് നമ്മൾ പരീക്ഷിച്ചു. അതായത് ഈ ദീർഘദൂര കപ്പൽ വേദ മിസൈലാണ്. 1500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഈ വേണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാവുന്ന മിസൈലുകൾ വരെ നമ്മളിപ്പോൾ DRDO ചെയ്തുകൊണ്ടിരിക്കുക. 4 മീറ്റർ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ പറന്നാലുള്ള ഗുണം എന്നറിയാം, ഓരോ റഡാറിൻ്റെയും കണ്ടിപ്പെടില്ല. അപ്പോൾ ഇന്ത്യ വലിയ തോതിലുള്ള ആധുനികവൽക്കരണം സൈനിക രംഗത്ത് നടക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇന്നലെ 1 ലക്ഷം കോടിയുടെ ഒരു പ്രതിരോധ കരാർ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. 1 ലക്ഷം കോടി. അതിൽ നിന്ന് നമുക്ക് പുതിയ ആയുധങ്ങൾ വാങ്ങുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആയുധങ്ങളൊക്കെ തദ്ദേശീയമായി വാങ്ങാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം
തദ്ദേശീയ കമ്പനികൾക്ക് വലിയ തോതിൽ മിലിറ്ററി ഓർഡിനൻസ് ഓർഡറുകൾ കൊടുക്കുന്നു. നമ്മുടെ കമ്പനികളും സർക്കാർ കമ്പനികൾ മാത്രം ഉണ്ടാക്കിയാൽ നമുക്ക് അത്രയും വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം ചെറുപ്പക്കാരൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയാൽ, ഇപ്പോൾ സിനു ഒരു എന്താ കൊമേഴ്സ്യൽ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനി സ്റ്റാർട്ടപ്പ് ഉണ്ടെന്നൊക്കെ സിനുവിനെ ഡിഫൻസിൽ നിന്ന് വിളിക്കുകയാണ്. സിനു, നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ പറ്റുന്ന ഡ്രോൺ ഉണ്ടാക്കുന്നില്ലേ, ഒരു കാര്യം ഡിഫൻസ് ഫെസിലിറ്റിക്ക് വിടുന്ന ഡ്രോൺ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും, നിങ്ങൾക്ക് ഇതുണ്ടാക്കാം, നിങ്ങൾക്ക് അതും ഉണ്ടാക്കാം. ചെറിയ അപ്പം പറയും, ആ ശരി ചെയ്യാം, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര പേലോഡ് വഹിക്കാൻ പറ്റണം, ഇത്ര ഭാരം വഹിക്കാൻ പറ്റണം, ഇത്ര റേഞ്ച് വേണം, അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സാർ, ഒരു കാര്യം ചെയ്യും, ഒരു ലക്ഷം ഉണ്ടാക്കിത്താ. വലിയ ഓഫറാണ്. എത്രയോ ചെറുപ്പക്കാരുടെ സംരംഭങ്ങൾക്കാണ് ഇത്തരം പ്രതിരോധ ഡ്രോണുകൾ. ഇനിയുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ പോലുമല്ല, ഇനി യുദ്ധം മുഴുവൻ ഡ്രോൺ ഉപയോഗിച്ചാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. മിസൈലുകളും ഡ്രോണുകളുമാണ്. ആളുകളൊന്നും നേരിട്ട് യുദ്ധത്തിനൊന്നും ആളുകളും ടാങ്കുകളൊന്നും വേണ്ട. എത്ര ഭാരം വഹിക്കാൻ കഴിയുന്നു, എത്ര ഭാരം ഡ്രോണുകൾ. കാരണം ഡ്രോണിനൊക്കെ ചെറിയ പൈസയുള്ളൂ. നിങ്ങളൊരു പാറ്റൻ ടാങ്കുമായിട്ട് പോകുമ്പോൾ എത്ര കോടിയാണ്, 100-300 കോടി രൂപയുടെ ഒരു പാറ്റൻ ടാങ്കുമായിട്ട് പോവുക. അത് ചിലപ്പോൾ ആക്രമണത്തിൽ തകർന്നു പോകും. അതേസമയം നിങ്ങളുടെ ഒരു ഡ്രോണിന് കൂടി പോയി 25,000 രൂപയുള്ളൂ. അങ്ങനെ ഒരു 10 വിട്ടാൽ എത്ര പണം ലാഭിക്കാം. പിന്നെ കാഷ്വാലിറ്റി, മനുഷ്യരുടെ ജീവൻ അപകടത്തിലാവുന്നില്ല. അപ്പൊ അങ്ങനെ മനുഷ്യരുടെ ജീവൻ, ഡ്രോൺ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ മനുഷ്യ ജീവൻ പോകും, പക്ഷേ ഡ്രോണും ഭടന്മാരുടെ കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സാധനങ്ങൾ വാങ്ങാൻ മിനിഞ്ഞാന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട് പണം അനുവദിച്ചു കഴിഞ്ഞു. ഇനി ആളെ കണ്ടെത്തി സാധനം വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആയുധക്കലവറ, ഈ എന്തൊക്കെയാലും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിസർവ് ആയുധങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് റീഫിൽ ചെയ്യണം, കൂടുതൽ കരുതൽ വേണം. അതിനുവേണ്ടി അതിവേഗത്തിലുള്ള പദ്ധതികൾ മോദി സർക്കാർ നടപ്പാക്കുക. അപ്പോൾ നമ്മൾ ഈ 12 മാക്ക് വരെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ പോകുമ്പോൾ ഒരു സംശയം വരും, നമ്മുടെ ബ്രഹ്മോസിന് എത്രയുണ്ട്? ബ്രഹ്മോസ് 2 ഇപ്പോൾ വരാൻ പോവാണ്. ആ ലാൻഡ് അറ്റാക്ക് മിസൈലായിട്ടാണ് ബ്രഹ്മോസ് 2 ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് 8 മാക്ക് വരെ വേഗതയുള്ള ബ്രഹ്മോസിൻ്റെ അടുത്ത പതിപ്പ് വരാൻ പോവാണ്. അപ്പോൾ അതോടൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയുധ ശേഖരം നമുക്കുണ്ട്. ഇപ്പം ചൈനയ്ക്ക് DF-17 എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ ഫത്ത ഉണ്ട്. ഫത്ത പാകിസ്ഥാൻ്റെ അല്ല, പാകിസ്ഥാൻ നിർമ്മിച്ച, അവർക്ക് ഈ പറഞ്ഞ ഈ അതിൻ്റെ എൻജിൻ സംവിധാനം നമ്മൾ ഉള്ളതുപോലെയുള്ള സ്വന്തമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത സ്ട്രാംജെറ്റ് എൻജിൻ പാകിസ്ഥാനില്ല. അത് ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഈ ഫത്ത ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മോസ് തന്നെ 8 മാക്കിലേക്കൊക്കെ മാറുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രഹരശേഷിയും മാരക സ്വഭാവവും മാറുകയാണ്. ഏതായാലും ഇപ്പോൾ നമ്മുടെ സേനയ്ക്ക് കരുത്താകാൻ ഭഗവാൻ വിഷ്ണു കൂടി വരുമ്പോൾ ഇന്ത്യൻ ആർമി ലോകത്തിലെ ഏറ്റവും ആധുനിക ആർമികളിൽ ഏറ്റവും കരുത്തേറിയ, ഏറ്റവും മൂർച്ചയുള്ള ആയുധങ്ങളുടെ ശേഖരമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.